അധ്യായം 2. നമ്മുടെ ജീവിതം നാം തന്നെ നശിപ്പിക്കുന്നു. പ്രഹ്ലാദ മഹാരാജാവ് തൻ്റെ കൊച്ചു കൂട്ടുകാരോട് ഉപദേശിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭൗതികാസ്വാദനം ഇന്ദ്രിയ വിക്ഷോഭത്തിന് ഇടവരുത്തുന്നു. ലൗകികരായ നിങ്ങളെല്ലാം സദാ ശാരീരിക സുഖാസ്വാദനം അന്വേഷിച്ചു നടക്കുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ശരീരം ആർജിക്കുമ്പോൾ നമുക്ക് അതിന് യോജിച്ചതായ ഇന്ദ്രിയങ്ങളുണ്ടാവുകയും അങ്ങനെ നാം അവയിലൂടെ സുഖിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, ഒരു ഒട്ടകം മുൾച്ചെടിയുടെ രുചി ആസ്വദിക്കുന്നു. കാരണം മുള്ളുകൾ ചവച്ചരയ്ക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ നാവിൽ നിന്നും രക്തം വരികയും അത് സ്വന്തം രക്തത്തിൻ്റെ രുചി നുണയുകയും ചെയ്യുന്നു. ഇത് വളരെ ആസ്വാദ്യകരമാണെന്ന് ഒട്ടകം കരുതുന്നു. ഇതാണ് ഇന്ദ്രിയ തൃപ്തി. ലൈംഗിക ജീവിതവും ഇതുപോലെ തന്നെയാണ്. നാം സ്വന്തം രക്തം നുണയുമ്പോഴും ആസ്വദിക്കുകയാണെന്നു ചിന്തിക്കുന്നു. ഇതാണ് നാം ചെയ്യുന്ന വിഡ്ഢിത്തം. ഭൗതിക ശരീരവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ജീവാത്മാവ് ആത്മീയ സത്തയാണ്. പക്ഷേ ആസ്വദിക്കാനും ഭൗതിക ശക്തിയെ ചൂഷണം ചെയ്യാനുമുള്ള ഒരു പ്രവണത ആത്മാവിനുള്ളതിനാൽ അതു ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ വർഗത്തിൽപ്പെടുന്ന 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത ശരീരവും ശരീരത്തിനനുസരിച്ച് സുഖാസ്വാദനത്തിനു വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള ഇന്ദ്രിയങ്ങളുമുണ്ട്. ഓരോ ശരീരത്തിനും ഓരോ തരത്തിലാണ് ആസ്വാദനശേഷി എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു. നിങ്ങൾക്ക് മുള്ളു നിറഞ്ഞ പുല്ലോ ചുള്ളിക്കമ്പോ നൽകുന്നു എന്നു വിചാരിക്കൂ. പ്രിയമുള്ളവരെ, ഇതാ വളരെ നല്ല ആഹാരം, ഇത് നല്ലതാണെന്ന് ഒട്ടകങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. മാത്രമല്ല, എന്ത് അസംബന്ധമാണ് നിങ്ങളീ പറയുന്നത് എന്നു കോപത്തോടെ പറഞ്ഞെന്നുമിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് രുചികരമല്ല. മനുഷ്യനു മറ്റൊരു തരത്തിലുള്ള ശരീരപ്രകൃതിയാണ്. ഇതേ ഭക്ഷണം ഒട്ടകത്തിനാണു കൊടുക്കുന്നതെങ്കിൽ അതിനു നല്ല ഭക്ഷണമാകും. കാരണം ഇതു ഭക്ഷിക്കുന്നതിന് യോജിച്ചതാണ് ഒട്ടകത്തിൻ്റെ ശരീരഘടന. ഒരാളുടെ ഭക്ഷണം മറ്റൊരാൾക്ക് വിഷമാണ് എന്നൊരു ചൊല്ലുമുണ്ടല്ലോ. ശരീരപ്രകൃതിക്കനുയോജ്യമായ ഭക്ഷണമേ നമുക്ക് കഴിക്കാൻ സാധിക്കൂ. അമേദ്യം ഭക്ഷിക്കുന്ന പന്നി ഒരിക്കലും നല്ല ഭക്ഷണ പദാർത്ഥമായ അലുവ സ്വീകരിക്കുന്നില്ല. പന്നിക്ക് അമേദ്യം നൽകിയാൽ അതിനു വളരെ നല്ല ഭക്ഷണമായി. പക്ഷേ മനുഷ്യനു അമേദ്യം നൽകിയാൽ വ്യത്യസ്ത ശരീരപ്രകൃതി കാരണം അവൻ പറയുന്നു, എന്താണീ വച്ചു നീട്ടുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള ഭൗതികാസ്വാദനമുണ്ട്. ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സുഖം ശാരീരികമാണെന്നറിയാം. യഥാർത്ഥ സന്തോഷം ഭൗതികതയാൽ മലീമസമായ ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാനാവില്ല. ആത്മീയവൽക്കരിക്കപ്പെട്ട് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ. നാം ആത്മാവായതിനാൽ ആധ്യാത്മിക ഇന്ദ്രിയങ്ങളുമുണ്ട്. ഈ ആധ്യാത്മിക ഇന്ദ്രിയങ്ങൾ ഭൗതികതയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണു നാം ലൗകികതയുടെ കെണിയിലകപ്പെട്ടത്. അതുകൊണ്ടുതന്നെ നിങ്ങൾ ഒരിക്കലും ലൗകിക സുഖം നേടാൻ വേണ്ടി പരിശ്രമിക്കരുത്. അത്യാവശ്യം വേണ്ടതൊക്കെ തനിയെ വന്നുകൊള്ളും. മൃഗങ്ങൾക്കു തിരക്കുപിടിച്ച ജോലികളില്ല. എങ്കിലും അവ ഭക്ഷണം കഴിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, നിങ്ങൾ ഭൗതിക ആനന്ദത്തിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ വന്നുകൊള്ളും. ശരീരമുള്ളവർക്ക് ഘടനയ്ക്കു യോജിച്ച സുഖങ്ങൾ ഉണ്ടാകുമെന്നു മുൻകൂട്ടി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. നാം ക്ഷണിക്കാതെ തന്നെ ദുരിതം വരുന്നുവെങ്കിൽ നമ്മുടെ ക്ഷണം കൂടാതെ തന്നെ സന്തോഷവും വരും. അതുകൊണ്ടു തന്നെ ഇന്ദ്രിയങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഭൗതിക സന്തോഷം കൈവരിക്കുവാൻ നാം ഒരിക്കലും തിടുക്കം കാട്ടരുത്. ഏതു സംസ്കാരത്തിലായിരുന്നാലും ആത്മീയ സന്തോഷം ലഭിക്കാത്ത ആളുകൾ ഇന്ദ്രിയാസ്വാദനത്തിൽ മാത്രം തത്പരരായിരിക്കും. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, ഈ ജീവിതം നശ്വരമാണ്. മനുഷ്യജീവിതം വളരെ വിലപ്പെട്ടതാണെങ്കിൽ പോലും വളരെ കുറച്ചു കാലത്തേക്കു മാത്രം നിലനിൽക്കുന്നതാണ്. നമ്മുടെ കർത്തവ്യം ഏതെങ്കിലും രീതിയിൽ കൃഷ്ണാവബോധത്തെ മുറുകെ പിടിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ്. ഒരു ബുദ്ധിമാനായ വ്യക്തി ഒരിക്കലും ഭൗതികമായ ഇന്ദ്രിയാസ്വാദനത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയില്ല എന്നതാണു സത്യം. വിവിധ തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. ഇവയെല്ലാം പ്രകൃതി നിയമത്താൽ നയിക്കപ്പെടുന്നു. നമ്മുടെ ജീവിത രീതി, ഭക്ഷണം, ഉറക്കം ഇവയെല്ലാം തന്നെ ശരീരഘടനയ്ക്കു പ്രകൃതി ഗുണത്തിനുമനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബുദ്ധിശക്തി നമുക്ക് ഈ മനുഷ്യ ശരീരത്തോടൊപ്പം ലഭിക്കുന്നതാണ്. ഉന്നതമായ വിവേചന ശക്തിയുള്ളതിനാൽ നാം ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ആനന്ദപ്രദമായ ആധ്യാത്മിക ഉന്നതിക്കു വേണ്ടി ശ്രമിക്കണം. ഭൗതികാസ്വാദനത്തിനുമേൽ കടിച്ചു തൂങ്ങി മനുഷ്യൻ സമയം പാഴാക്കരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആധ്യാത്മിക ആനന്ദം പ്രദാനം ചെയ്യുന്ന പരമപുരുഷനായ ഭഗവാനെ സേവിക്കുന്നതിൽ നാം വ്യാപൃതരാകണം. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കണം. എത്ര കാലം നാം ഭഗവത് സേവനത്തിൽ വ്യാപൃതരായിരിക്കണം? പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, നമ്മളിപ്പോൾ ഭൗതികതയുടെ കുരുക്കിലാണ്. ഇപ്പോൾ എനിക്ക് ഈ ശരീരമുണ്ട്. കുറച്ചു വർഷം കഴിയുമ്പോൾ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കും. പിന്നെ എനിക്ക് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. ഒരിക്കൽ നാം ഒരു ശരീരം സ്വീകരിക്കുകയും ആ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ശരീരത്തിനായി തയ്യാറെടുക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ഇന്ദ്രിയ സുഖത്തിനനുസരിച്ച് അനുയോജ്യമായ ശരീരം വീണ്ടും ലഭിക്കുന്നു. ഒരു മനുഷ്യ ശരീരം തന്നെ ലഭിക്കുമെന്നതിനു യാതൊരു ഉറപ്പുമില്ല. അത് അവരുടെ കർമ്മത്തെ ആശ്രയിച്ചിരിക്കും. ദേവനെപ്പോലെ പ്രവർത്തിക്കുന്നവർക്ക് ദേവൻ്റെ ശരീരവും ശുഗനെപ്പോലെ പ്രവർത്തിക്കുന്നവർക്ക് ശുഗൻ്റെ ശരീരവും ലഭിക്കുന്നു. ഇതൊന്നും നമ്മുടെ കൈകളിലല്ല, എല്ലാം പ്രകൃതിയുടെ കൈകളിലാണ്. അടുത്ത ജന്മത്തിൽ എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് കണക്കുകൂട്ടുക എന്നതല്ല നമ്മുടെ കർത്തവ്യം. ഇപ്പോൾ നമുക്കെല്ലാം ഉള്ളത് മനുഷ്യരൂപത്തിലുള്ള ഭൗതിക ശരീരമാണല്ലോ. നമ്മുടെ ആത്മീയ ബോധം അല്ലെങ്കിൽ കൃഷ്ണാവബോധം വികസിപ്പിക്കണമെങ്കിൽ ഈ സുവർണാവസരം വിനിയോഗിച്ച് നാം സ്വയം കൃഷ്ണനെ സേവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അത് തുടർന്നുള്ള അഭിവൃദ്ധിക്കും മംഗളകരമായിരിക്കും. എത്ര കാലമാണ് ഇങ്ങനെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത്? ശരീരം പ്രവർത്തനരഹിതമാകുവോളം. എപ്പോഴാണ് ഭൗതിക ശരീരത്തിൻ്റെ പ്രവർത്തനം നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരപകടം സംഭവിച്ചേക്കാം. നാം എപ്പോഴും തയ്യാറായിരിക്കണം.
മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എല്ലാവരും മരിക്കുന്നു, ഞാൻ മാത്രം ജീവിച്ചിരിക്കുന്നു. നാം ഒരിക്കലും ശുഭാപ്തി വിശ്വാസത്തോടെ ഇങ്ങനെ ചിന്തിക്കരുത്. മുത്തച്ഛൻ മരിച്ചു, മുത്തശ്ശി മരിച്ചു, അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ മരിക്കുന്നു. പിന്നെ എങ്ങനെ നാം ചിരഞ്ജീവികളായിരിക്കും? നാമെല്ലാം മരിക്കും, നമ്മുടെ കുട്ടികളും മരിക്കും. അതുകൊണ്ട് മരണം വരുന്നതിനു മുമ്പ് നമുക്ക് ഈ മനുഷ്യ സഹജമായ ബുദ്ധിശക്തി ഉള്ളിടത്തോളം കാലം കൃഷ്ണാവബോധത്തിൽ ആമഗ്നരാവാം. ഇതാണ് പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ ഉപദേശം. ഈ ഭൗതിക ശരീരത്തെ പുരുഷൻ എന്നു വിളിക്കുന്നു. എല്ലാവരും ആസ്വാദനോത്സുകരാണ്. പുരുഷൻ എന്നതിനർത്ഥം ആസ്വദിക്കുക എന്നോ ആസ്വാദകൻ എന്നോ ആണ്. ഇന്ദ്രിയ തൃപ്തി കൈവരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ഈ ഭൗതിക ലോകത്തിൽ ആരും തന്നെ ഇല്ല. പുരുഷ ശരീരമായാലും സ്ത്രീ ശരീരമായാലും ഈ ഭൗതിക ജീവിതം ആസ്വദിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ദുരാഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് ശരീരത്തെ പുരുഷൻ എന്നു വിളിക്കുന്നത്. എന്നാണ് ഈ ശരീരം നശിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഉടൻ തന്നെ കൃഷ്ണാവബോധത്തിൽ ആമഗ്നരായി അതിനനുസരിച്ച് പ്രവർത്തിക്കാം. പക്ഷേ ഞാൻ ഉടൻ തന്നെ കൃഷ്ണാവബോധത്തിൽ മുഴുകിയാൽ എങ്ങനെ തുടർന്നു ജീവിക്കും എന്നു ചിലർ സംശയിക്കാറുണ്ട്. വാസ്തവത്തിൽ ജീവിതത്തിനുള്ളതെല്ലാം ഈശ്വരൻ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ദൃഢമായ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ എനിക്കു സന്തോഷമുണ്ട്. സ്ഥാപനത്തിൻ്റെ നടത്തിപ്പു തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരുന്ന ആദ്യകാലങ്ങളിൽ എൻ്റെ ഒരു ശിഷ്യൻ വളരെ ഉത്കണ്ഠാകുലനായി മറ്റൊരു ശിഷ്യനോട് ഇപ്രകാരം ചോദിച്ചു: ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നാം ഈ പ്രസ്ഥാനം തുടർന്നു നടത്തുക? ഇതിനുത്തരമായി എല്ലാം കൃഷ്ണൻ നോക്കിക്കൊള്ളും എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ഇത് വളരെ നല്ല വിശ്വാസമാണ്. ഇതു കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ആന, സിംഹം, നായ, പന്നി തുടങ്ങിയ മൃഗങ്ങൾക്കു പോലും ഭക്ഷണം മുറയ്ക്കു കിട്ടുമ്പോൾ കൃഷ്ണാവബോധത്തിലേക്കു വരികയും കൃഷ്ണന് ആത്മസമർപ്പണം ചെയ്ത് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന നമുക്ക് ഭഗവാൻ ഭക്ഷണം നൽകുകയില്ലേ? കൃഷ്ണൻ അത്രയ്ക്കു കരുണയില്ലാത്തവനാണോ? ഒരിക്കലുമല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഒരു കുട്ടി തൻ്റെ രക്ഷിതാക്കളുടെ ദയയെ മാത്രം ആശ്രയിച്ചു കഴിയുകയാണെങ്കിൽ രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ മേൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും. രക്ഷിതാക്കൾക്ക് എല്ലാ കുട്ടികളോടും ഉള്ള സ്നേഹം ഒരുപോലെയാണ്. എന്നാൽ അമ്മേ എന്നു വിളിച്ചു കരയുന്ന കൊച്ചു കുട്ടികളോട് അവർ പ്രത്യേക മമത കാണിക്കുന്നു. ഇതു സ്വാഭാവികമാണ്. പക്ഷിമൃഗാദികൾ തുടങ്ങി ലോകത്തിലെ 84 ലക്ഷം ജീവിവർഗങ്ങൾക്കും ഭക്ഷണം നൽകുന്ന കൃഷ്ണനെ നാം പൂർണ്ണമായും ആശ്രയിക്കുകയാണെങ്കിൽ ദയാപരനായ അവിടുന്ന് നമുക്കാവശ്യമായ ഭക്ഷണം നൽകുകയില്ലേ? തീർച്ചയായും നൽകും. സംശയമേ വേണ്ട. ഇത്തരത്തിലുള്ള ദൃഢമായ വിശ്വാസത്തെയാണ് ആത്മസമർപ്പണം എന്നു പറയുന്നത് എന്നു കരുതി, ശരി എങ്കിൽ ഇനി എനിക്ക് സമാധാനമായി ഉറങ്ങാം, കൃഷ്ണൻ ഭക്ഷണം നൽകുമല്ലോ, ഇങ്ങനെ നാം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നാം നിർഭയരായി ജോലി ചെയ്യണം. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയിരിക്കണം. ഈ കാലഘട്ടത്തിൽ
പരമാവധി 100 വർഷം ജീവിക്കാം എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യകാലത്ത് ഒരു മനുഷ്യൻ 1,00,000 വർഷത്തോളം കാലം ജീവിച്ചിരുന്നു. സത്യയുഗത്തിലെ മനുഷ്യായുസ്സ് 1,00,000 വർഷത്തോളമായിരുന്നു. തൊട്ടടുത്ത കാലഘട്ടമായ ത്രേതായുഗത്തിൽ 10,000 വർഷവും അതിനുശേഷമുള്ള ദ്വാപരയുഗത്തിൽ 1000 വർഷവുമായിരുന്നു മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം. കലിയുഗം എന്നു വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത് 100 വർഷമാണ്. കലിയുഗം പുരോഗമിക്കുന്തോറും നമ്മുടെ ജീവിത ദൈർഘ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ മുത്തച്ഛൻ 100 വർഷം ജീവിച്ചിരുന്നു എന്നു സങ്കൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ മകൻ ജീവിക്കാൻ പോകുന്നത് 50 വർഷമാണ്. ചെറുമകന് 30 വർഷമേ ജീവിതം കാണൂ. ഇതാണ് ആധുനിക നാഗരികതയുടെ പുരോഗതി. നാം നമ്മുടെ സംസ്കാരത്തെ മെച്ചപ്പെടുത്തുകയാണെന്നും അതുകൊണ്ടുതന്നെ വളരെ സന്തുഷ്ടരാണെന്നും അഭിമാനിക്കുന്നു. അതിൻ്റെ ഫലമായി നാം ഭൗതിക ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ജീവിത ദൈർഘ്യം കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് മായ എന്നു പറയുന്നത്. മനുഷ്യൻ 100 വർഷം ജീവിക്കും എന്ന വസ്തുത അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടില്ലാത്തവരെയും ഇന്ദ്രിയാസ്വാദനത്തെ കീഴടക്കിയിട്ടില്ലാത്തവരെയും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരെയും സംബന്ധിച്ചിടത്തോളം ജീവിത ദൈർഘ്യം വീണ്ടും കുറയുന്നു. ഈ കണക്കുകൂട്ടലനുസരിച്ച് ഇന്ദ്രിയ തൃപ്തിക്ക് അടിമയായവരുടെ പരമാവധി ജീവിത ദൈർഘ്യം 50 വർഷമാണ്. ഒരാൾക്ക് 50 വർഷത്തെ ജീവിതം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ രാത്രികൾ ഉറക്കവും ലൈംഗിക ജീവിതവും കൊണ്ട് വ്യഥാവിലാകുന്നു. അയാൾക്ക് മറ്റൊരു താൽപ്പര്യവും ഇല്ല. രാപ്പകൽ സമയത്ത് എന്താണ് അയാളുടെ ചിന്ത? എവിടെയാണ് പണം? എവിടെയാണ് പണം? എനിക്ക് ഈ ശരീരം നിലനിർത്തണം. ഇപ്പോൾ ഇതെൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ചിലവാക്കാം. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ആത്മീയ സാക്ഷാത്കാരം ലഭിക്കുക? രാത്രി സമയം ആദ്യം പറഞ്ഞ വഴിക്ക് ചിലവഴിക്കുന്നു. പകൽ സമയം രണ്ടാമത് പറഞ്ഞ രീതിയിലും. ഇതാണോ ഒരാളുടെ ജീവിത ദൗത്യം? എത്ര ദയനീയമാണ് ഈ ജീവിതം! ഒരു ശരാശരി വ്യക്തി അയാളുടെ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിയുടെയോ കായിക വിനോദത്തിൻ്റെയോ മായാലോകത്തിലാണ്. 20 വയസ്സുവരെ അങ്ങനെ തന്നെ സുഗമമായി തുടരാം. പിന്നെ വയസ്സായി കഴിയുമ്പോൾ അവസാനത്തെ 20 വർഷത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യനു പ്രായമാകുമ്പോൾ അയാളുടെ ഇന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ എത്രയോ വൃദ്ധന്മാരെ കണ്ടിരിക്കും. അവർക്ക് വിശ്രമിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയുടെ മുത്തശ്ശി കഴിഞ്ഞ 3 വർഷത്തോളമായി വാതം പിടിച്ച് കിടക്കുകയാണെന്നു പറഞ്ഞ് കത്തു കിട്ടിയതായി എന്നോടയാൾ പറഞ്ഞു. അതായത് വാർദ്ധക്യത്തിൽ 60 വയസ്സിനോട് അടുക്കുമ്പോൾ തന്നെ എല്ലാം അവസാനിക്കുന്നു. ജീവിതാരംഭം മുതൽ 20 വയസ്സുവരെയുള്ള സമയം നഷ്ടപ്പെടുന്നു. അതിനുശേഷം നിങ്ങൾ 100 വർഷം ജീവിക്കുകയാണെങ്കിൽ തന്നെ അവസാനത്തെ 20 വർഷവും പ്രയോജനമില്ലാതാകുന്നു. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ 40 വർഷത്തെ ജീവിതം ഈ രീതിയിൽ നശിക്കുന്നു. 20 വയസ്സു കഴിയുമ്പോൾ ലൈംഗികാസക്തി കൂടുകയും ഇനിയൊരു 20 വർഷം ഇന്ദ്രിയ സന്ദർപ്പണത്തിനായി ചിലവഴിച്ചു നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. 20 വർഷം
20 വർഷം, വീണ്ടും വീണ്ടും 20 വർഷം, ആകെ 60 വർഷം നഷ്ടപ്പെട്ടു. പിന്നെ എത്ര കാലമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? ഇതാണ് പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശകലനം. നാം ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നതിനു പകരം അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.